ആംബുലൻസിൽ ഏതാണ്ട് 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ അന്വേഷണം നീണ്ടുപോയത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലേക്ക് വരികയാണ്. കേസിലെ സൂത്രധാരനെന്ന് പോലീസ് പറയുന്ന ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ റിയാസ് എന്ന കല്ല് റിയാസാണ് സാഹസിക നീക്കത്തിനൊടുവിൽ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. 150ഓളം കാവൽ ജീവനക്കാരുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ ആ ഫ്ളാറ്റിനുള്ളിൽ കയറി പിടിക്കുന്നത് പ്രായോഗികം അല്ലാത്തതിനാൽ ഇയാൾ പുറത്തിറങ്ങുന്ന സമയം കാത്തുനിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻപും MDMA കടത്ത കേസിൽ പ്രതിയായ റിയാസ് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയാണ് ബാംഗ്ലൂരിൽ നിന്ന് വിവിധ മാർഗങ്ങളിലൂടെ കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്നത് പോലീസ് പറയും. കേരളത്തിൽ ഉടനീളം, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ MDMA എത്തിക്കുന്നതിലെ ഇടനിലക്കാരനായും ഇയാൾ പ്രവർത്തിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 26 വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിക്കൊണ്ടുവന്ന 1/4 കിലോ MDMA പിടികൂടിയതോടെയാണ് അന്വേഷണത്തിന്റെ വഴി റിയാസിലേക്ക് നീണ്ടത്. അന്ന് അറസ്റ്റിലായ രണ്ടുപേരിൽ നിന്ന് ലഭിച്ച മൊഴികളാണ് ഇയാളെക്കുറിച്ചുള്ള നിർണായക സൂചനയായത്. പോലീസിന്റെയും എക്സൈസിന്റെയും റോഡ് പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് പ്രതികൾ ആതുര സേവനത്തിന് ഉപയോഗിക്കുന്ന ആംബുലൻസ് തെരഞ്ഞെടുത്തത്. ഷാരോൺ എന്നു പേരുള്ള ഒരു ആംബുലൻസിൽ ബീക്കൺ ലൈറ്റുകൾ തെളിയിച്ച് രോഗിയുമായി പോകുന്ന തരത്തിലാണ് ഇവർ ലഹരി കടത്താൻ ശ്രമിച്ചത്. ലഹരി കടത്തിനെ കുറിച്ച് പോലീസിന് മുൻകൂട്ടി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതയിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 2 അംഗ സംഘം പോലീസിന്റെ പിടിയിലാകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വൻതോതിൽ എത്തിച്ച മയക്കുമരുന്ന് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സപ്ലൈ ചെയ്യാനായിരുന്നു ഇവരുടെ നീക്കം. ഇവരിൽ നിന്നും കിട്ടിയ ചില തുമ്പുകളുടെ പിന്നാലെ അന്വേഷണം തന്നിലേക്ക് എത്തുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ റിയാസ് ബാംഗ്ലൂരിൽ നിന്നും കടന്നിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. ഒടുവിൽ ഗ്രേറ്റർ നോയിഡയിൽ ഇയാൾ ഒളിവിൽ കഴിയുന്നതായി പോലീസിന് സൂചനകൾ ലഭിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ സംഘം നിരീക്ഷണം ശക്തമാക്കി. ഫ്ളാറ്റ് സമുച്ചയത്തിലെ കർശന സുരക്ഷയ്ക്കിടയിൽ ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയ സമയം മനസ്സിലാക്കിയാണ് അറസ്റ്റ് നടത്തിയത്. അറസ്റ്റിലായ റിയാസിനെ ഉത്തർപ്രദേശിലെ കോടതിയിൽ ഹാജരാക്കി. ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. PG പോലീസ് സ്റ്റേഷൻ, തൃശൂർ സിറ്റി ഡാൻസ് ഓഫ്, തൃശൂർ സിറ്റി സൈബർ സെൽ എന്നിവരും ഈ അന്വേഷണത്തിൽ പങ്കെടുത്തിരുന്നു. ആംബുലൻസിലെ ലഹരിക്കടത്തിന്റെ അന്വേഷണം ഇതോടെ കൂടുതൽ വിപുലമാകുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ആംബുലൻസിൽ വരെ ലഹരി കടത്താൻ ഉപയോഗിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എല്ലാ ആംബുലൻസുകളും തടഞ്ഞിട്ട് പരിശോധിക്കുക എന്നത് പ്രായോഗികമായ നടപടിയുമല്ല. ലഹരിയുടെ ഉറവിടം കണ്ടെത്തിയാണ് അതിനെ തടയേണ്ടത്.